ഇത് 22-23 സാമ്പത്തിക വർഷത്തിലാണ്. എന്താണ് CAGയുടെ കമന്റ്? കേരളം ഒരു ഡെപ്റ്റ് സ്ട്രെയിൻഡ് സ്റ്റേറ്റ് അല്ല. ഈ വാചകത്തെ, ഈ പ്രയോഗത്തെ ഇന്നലത്തെ മലയാള മനോരമ ആരും കാണാത്ത ഒരു ചെറിയ സ്ഥലത്ത് കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല കടത്തിന്റെ പേരിൽ എന്ന് CAG പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ അത് കാണാം. പക്ഷെ മറ്റേ വാർത്തകളെല്ലാം ഉണ്ടല്ലോ. ഏതാ? കേരളം പൊളിഞ്ഞ് പാളീസായി എന്ന വാർത്തകൾ 8 കോളം വെണ്ടയ്ക്ക ഫ്രണ്ടിലാണ്. ഇത് ചരമക്കോളത്തിന്റെ എങ്ങാനും താഴെ ആരും കാണാതെയാണ്. എന്താണ് കേരളത്തിൽ മനോരമാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം? കേരളം കടം വന്നും മുടിഞ്ഞ് നട്ടല്ലൊടിഞ്ഞ് കിടക്കുകയാണ്, ഇനി കയറാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവദനീയമായ കടമെടുക്കാൻ വേണ്ടി സംസ്ഥാനം അപേക്ഷ നൽകുന്ന സമയത്ത് ഉടൻ മനോരമ എഴുതും, ഇതാ പിച്ചച്ചട്ടിയുമായി പോയി. ഒരു വേള മനോരമ കേരളത്തെ സാമ്പത്തിക ദുസ്ഥിതിയിൽപ്പെട്ട ശ്രീലങ്കയുമായി പോലും താരതമ്യം ചെയ്യേണ്ടായി. കേരളം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ല. ശ്രീലങ്കയുടെ പ്രശ്നം എന്താ? ശ്രീലങ്കയുടെ പ്രശ്നം വിദേശ നാണയ പ്രതിസന്ധിയായിരുന്നു. കേരളത്തിന് പിണറായി വിജയനോ ബാലഗോപാലോ വിചാരിച്ചാൽ പോലും അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതറിയാത്തവർ ആയിരിക്കില്ല ഒരുപക്ഷെ മലയാള മനോരമയിലെ ഈ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന ലേഖകന്മാർ. പക്ഷെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്, ശ്രീലങ്കയെ പോലെ ഇതാ തകരാൻ പോകുന്നു. നമ്മളിവിടെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ GST ഒക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടല്ലോ. 2.8% ജനസംഖ്യ മലയാളികളാണ്. സ്വാഭാവികമായും ഗ്രാന്റ് ആകട്ടെ മറ്റ് സഹായങ്ങളാകട്ടെ കേരളത്തിന് തിരികെ ഇതിനാനുപാതികമായി ലഭിക്കേണ്ടതല്ലേ? ഇതാണ് ചോദ്യം. ലഭിക്കുന്നില്ല. 1.9% ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതാണ് CAG പറയുന്നത്. ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യപ്പെടേണ്ടത് എന്താണ്? നമുക്ക് അർഹമായ വിഹിതം യൂണിയൻ സർക്കാർ നൽകണം. അതൊരു ഔദാര്യമല്ല, നാം യാചിക്കുന്നതല്ല. മറിച്ചോ കേരളം ഇന്ത്യയിലായതുകൊണ്ടാണ്. ഈ ഡിമാൻഡ് ഉന്നയിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലാകണമെന്നില്ല. കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിരന്തരമായി കേരളത്തെ അപഹസിക്കുന്ന, നമ്മുടെ ധനസ്ഥിതിയെ പറ്റി പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള വിരുദ്ധരായിട്ടുള്ള മനുഷ്യന്മാർക്ക് കൊടിയ നിരാശ സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അറിയാമല്ലോ, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇന്ത്യയുടെ കണക്കപ്പിള്ള, അവരൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എന്താണ് റിപ്പോർട്ട്? അത് ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളുടെ ധനസ്ഥിതിയെ സംബന്ധിച്ച് 2022-23 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വെച്ചുകൊണ്ട് ഈ 28 സ്റ്റേറ്റുകളുടെ ഒരു ധനസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത് കൂടാതെ 2013-14 മുതൽ 22-23 വരെ, അതൊരു 10 വർഷക്കാലത്തെ ഈ സംസ്ഥാനങ്ങളുടെ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ധനസ്ഥിതി എന്താണ്, സാമ്പത്തികാവസ്ഥ എന്താണ്, ഇങ്ങനെ 2 തരത്തിലുള്ള കണക്കുകൾ അതിലുണ്ട്. അതില് പറയുന്ന ഒരു കാര്യം എന്താണ് കേരളത്തിൽ മനോരമാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം? കേരളം കടം വന്നും മുടിഞ്ഞ് നട്ടല്ലൊടിഞ്ഞ് കിടക്കുകയാണ്, ഇനി കയറാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുവദനീയമായ കടമെടുക്കാൻ വേണ്ടി സംസ്ഥാനം അപേക്ഷ നൽകുന്ന സമയത്ത് ഉടൻ മനോരമ എഴുതും, ഇതാ പിച്ചച്ചട്ടിയുമായി പോയി. ഒരു വേള മനോരമ കേരളത്തെ സാമ്പത്തിക ദുസ്ഥിതിയിൽപ്പെട്ട ശ്രീലങ്കയുമായി പോലും താരതമ്യം ചെയ്യേണ്ടായി. കേരളം ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ല. ശ്രീലങ്കയുടെ പ്രശ്നം എന്താ? ശ്രീലങ്കയുടെ പ്രശ്നം വിദേശ നാണയ പ്രതിസന്ധിയായിരുന്നു. കേരളത്തിന് പിണറായി വിജയനോ ബാലഗോപാലോ വിചാരിച്ചാൽ പോലും അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതറിയാത്തവർ ആയിരിക്കില്ല ഒരുപക്ഷെ മലയാള മനോരമയിലെ ഈ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന ലേഖകന്മാർ. പക്ഷെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്, ശ്രീലങ്കയെ പോലെ ഇതാ തകരാൻ പോകുന്നു എന്ന് പറഞ്ഞു. മാതൃഭൂമിയെ പോലെയുള്ള ചില പത്രങ്ങൾ കാരിക്കേച്ചർ വരച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ബാലഗോപാൽ പിച്ചച്ചട്ടിയൊക്കെ എടുത്ത് ഒരു പായെല്ലാം ചുരുട്ടി കഷത്ത് വെച്ച് ഡൽഹിയിൽ പോയിട്ട് യാചിക്കുകയാണ്. ചാനലുകളിലെല്ലാം വലിയ സാമ്പത്തിക വിദഗ്ധർ വന്ന് ഇങ്ങനെ ഘോരഘോരം കണക്ക് വെച്ച് തള്ളുകയാണ്. അത് കേട്ടുകൊണ്ട് നമ്മുടെ നാട്ടില് ഇതിനെപ്പറ്റി ചുക്കോ ചുണ്ണാമ്പോ അറിയാത്ത ആളുകൾ ഇങ്ങനെ ഇതാ കടം വന്ന് പെരുകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം പറഞ്ഞല്ലോ കൊടിയ നിരാശ. എന്താണ് CAG പറയുന്നത്? 2022-23 സാമ്പത്തിക വർഷത്തെ കണക്കാണ്. നമ്മുടെ രാജ്യത്ത് അതാത് സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര ഉൽപാദനമുണ്ടല്ലോ, GSDP എന്ന് പറയും, അതിന്റെ 30% കടബാധ്യതയുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. കേരളം അതിൽ പെടില്ല.
20%-നും 30%-നും ഇടയിൽ കടമുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം വരുന്നത്. കേരളത്തിന്റെ അങ്ങനെ 14 സ്റ്റേറ്റുകളുണ്ട്. കേരളത്തിന്റെ എത്രയാണ് ശതമാനം? 24.71%. GSTPയുടെ 24.71% കേരളത്തിന് കടമുണ്ട്. അത് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നിരക്കല്ല. ഇത് 22-23 സാമ്പത്തിക വർഷത്തിലാണ്. എന്താണ് CAGയുടെ കമന്റ്? കേരളം ഒരു ഡെപ്റ്റ് സ്ട്രെയിൻഡ് സ്റ്റേറ്റ് അല്ല. ഈ വാചകത്തെ, ഈ പ്രയോഗത്തെ ഇന്നലത്തെ മലയാള മനോരമ ആരും കാണാത്ത ഒരു ചെറിയ സ്ഥലത്ത് കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല കടത്തിന്റെ പേരിൽ എന്ന് CAG പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ അത് കാണാം. പക്ഷെ മറ്റേ വാർത്തകളെല്ലാം ഉണ്ടല്ലോ. ഏതാ? കേരളം പൊളിഞ്ഞു പാളീസായി എന്ന വാർത്തകൾ 8 കോളം വെണ്ടയ്ക്ക ഫ്രണ്ടിലാണ്. ഇത് ചരമക്കോളത്തിന്റെ എങ്ങാനും താഴെ ആരും കാണാതെയാണ്. ഇനി 23-24 നോക്കൂ. 22-23 കണക്കാണിതിൽ. അതാണ് 24.7%. പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 23-24 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ കടം GSDPയുടെ 23.38% കുറഞ്ഞു. 24-25 സാമ്പത്തിക വർഷത്തിൽ അത് 23.33% വീണ്ടും കുറഞ്ഞു. ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി കടത്തെ സംബന്ധിച്ച്. ഞങ്ങളെല്ലാം ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതല്ലേ ശ്രീ ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതാണിപ്പോ CAGയും പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ കടത്തിന്റെ ഒരു അവസ്ഥ നോക്കൂ. 2022-23 GDPയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 57.1% ഇന്ത്യ ഗവൺമെന്റിന്റെ, യൂണിയൻ ഗവൺമെന്റിന്റെ കടം. ഇവിടെ ചർച്ചയില്ല കേട്ടോ, പോട്ടെ, അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. ഇനി CAGയിലെ മറ്റൊരു കാര്യം, അത് റവന്യൂവിനെ പറ്റിയാ, വരുമാനത്തെ പറ്റിയാ. എന്താ നമ്മളെ പറ്റിയുള്ള ഇവിടെയുള്ള ഒരു കാര്യം? കഴിഞ്ഞ ദിവസം ഒരു യൂണിയൻ മിനിസ്റ്റർ കേരളത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറയാണ് കേരളത്തിലെല്ലാം മോദി തരുന്നതാണ്. എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മിനിസ്റ്റർ മന്ത്രി പറയാണ് ഏറ്റവും ചുരുങ്ങിയത് യൂണിയൻ സർക്കാർ തരുന്നതാണ് എന്നെങ്കിലും പറയാനുള്ള എല്ലുബലമില്ലാത്ത ആ മനുഷ്യൻ പറയാണ് എല്ലാം മോദി തരുന്നതാണ്. ഇതാണല്ലോ ഇവിടെ. മോദിയുടെ വെള്ളം, മോദിയുടെ വീട്, മോദിയുടെ റോഡ്, മോദിയുടെ ഗ്യാസ്, എല്ലാം മോദിയുടെയാണ്. എന്താ CAG പറയുന്നത്? 60% മുകളിൽ തനത് വരുമാനമുള്ള സംസ്ഥാനങ്ങളുടെ വരുമാനം ഒന്ന്, അതിന്റെ സ്വന്തം വരുമാനവും തനത് വരുമാനവും, മറ്റൊന്ന് യൂണിയൻ ട്രാൻസ്ഫറുമാണ്. 60% മുകളിൽ തനത് വരുമാനമുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. അതിലാണ് കേരളം ഉള്ളത്. എത്രയാണ് കേരളത്തിന്റെ 22-23 തനത് വരുമാനം? 65.6%. അപ്പൊ അതിന്റെ മറ്റൊരർത്ഥം എന്താ? യൂണിയൻ ട്രാൻസ്ഫർ 22-23 34.4%. എന്താണ് കഴിഞ്ഞ 2 വർഷക്കാലമായി കേരളത്തിന് സാമ്പത്തിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നോക്കൂ. യൂണിയൻ ട്രാൻസ്ഫർ കുറഞ്ഞു അടുത്ത 2 വർഷങ്ങളിൽ. 23-24 സാമ്പത്തിക വർഷത്തിൽ 27% യൂണിയൻ ട്രാൻസ്ഫർ. നേരത്തെ അത് 34.4 ആയിരുന്നു. 24-25 കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് 19%. കേരളം മൊത്തം ചെലവാക്കിയതിന്റെ 19% മാത്രം യൂണിയൻ ട്രാൻസ്ഫർ ആവുകയും ബാക്കി 81% കേരളത്തിന്റെ തനത് വരുമാനമായി മാറുകയും ചെയ്തു. ഇതാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഈ കാര്യമാണ് ഇപ്പോ CAG പറയുന്നത്. ഇനി യൂണിയൻ ട്രാൻസ്ഫറിന്റെ മൊത്തം ഗ്രാന്റിലെ, അതുപോലെ തന്നെ വായ്പയിലെ ഒരു അനുപാതത്തെ സംബന്ധിച്ച് CAG പറയുന്നുണ്ട്. ഇതിപ്പോ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവാണ്. അടുത്ത ഏപ്രിൽ 1 മുതൽ 16ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലായി തുടങ്ങും. ഈ 15ാം ധനകമ്മീഷന്റെ കാലത്ത് കേരളത്തിന് അർഹമായ നികുതി വിഹിതം, യൂണിയൻ സർക്കാർ തരേണ്ടുന്ന ഗ്രാന്റുകൾ, വായ്പകൾ എല്ലാത്തിലും വലിയ കുറവ് സംഭവിച്ചു എന്നതാണ് വസ്തുത. എന്താണ് CAG പറയുന്നത്? നികുതിയും ഗ്രാന്റുമായി കഴിഞ്ഞ 10 വർഷത്തെ ഒരു പ്രവണതയാണ് 1.9% കുറഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിന്റെ ജനസംഖ്യ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 2.8%. ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങൾ നികുതി പിരിക്കുന്നതിന്റെ 4.1% കേരളം പിരിക്കുന്നതാണ്.
നമ്മളിവിടെ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ GST ഒക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടല്ലോ. 2.8% ജനസംഖ്യ മലയാളികളാണ്. സ്വാഭാവികമായും ഗ്രാൻഡ് ആകട്ടെ മറ്റ് സഹായങ്ങളാകട്ടെ കേരളത്തിന് തിരികെ ഇതിനാനുപാതികമായി ലഭിക്കേണ്ടതല്ലേ? ഇതാണ് ചോദ്യം. ലഭിക്കുന്നില്ല. 1.9% ആണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതാണ് CAG പറയുന്നത്. ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യപ്പെടേണ്ടത് എന്താണ്? നമുക്ക് അർഹമായ വിഹിതം യൂണിയൻ സർക്കാർ നൽകണം. അതൊരു ഔദാര്യമല്ല, നാം യാചിക്കുന്നതല്ല. മറിച്ചോ കേരളം ഇന്ത്യയിലായതുകൊണ്ടാണ്. ഈ ഡിമാൻഡ് ഉന്നയിക്കാൻ നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലാകണമെന്നില്ല. ഒരു പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. മലയാളിയുടെ ആവശ്യമാണ്, നമ്മുടെ അവകാശമാണ്. ഇക്കാര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷക്കാർ, സർക്കാർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വസ്തുത CAG റിപ്പോർട്ട് ഇപ്പോൾ അടിവരയിട്ട് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാം. ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ മലയാളികൾ ഒറ്റക്കെട്ടായി നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന യൂണിയൻ സർക്കാരിന്റെ ഈ ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിനെതിരായി രംഗത്ത് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.